സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. എന്താ കാരണം എന്നറിയോ? ഒരു സംഗീച്ചേട്ടൻ എന്നെ ഉത്തരം മുട്ടിച്ച് കളഞ്ഞു. ഇപ്പം നമ്മൾ സെൻറ്റ് റീത്ത സ്കൂളുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലൊരു വ്ളോഗ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാരകമായ ചോദ്യം, ഒരു ശരം തൊടുത്തു വിടുന്നത് പോലെ അദ്ദേഹം എൻ്റെ നേരെ തൊടുത്തു വിട്ടപ്പോൾ ഉത്തരമില്ലാണ്ട് ഞാൻ ശങ്കിച്ച് നിന്നുപോയി. ഐ ഹാവ് നോ ആൻസർ. എനിക്ക് ഉത്തരമില്ലാണ്ടായിപ്പോയി. ഞാൻ ആകെ സങ്കടപ്പെട്ടു പോയി. എന്താണ് ആ ചോദ്യം എന്ന് നിങ്ങൾ അറിയണ്ടേ? നിങ്ങൾക്കറിയണ്ടേ? അദ്ദേഹത്തിൻ്റെ അതിമാരകമായ ആ ചോദ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. ഒന്നാലോചിച്ച് നോക്കൂ മനുഷ്യന്മാരെ, ഇവിടെ പുകിലൊക്കെ ഉണ്ടായത് എന്തിനാ? സെൻറ്റ് റീത്താസ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ ചർച്ചിൻ്റെ കീഴിലുള്ള ഒരു സൺഡേ സ്കൂളിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രം മതം പഠിപ്പിക്കുന്നിടത്തേക്ക് 13 വയസ്സുള്ള മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിച്ച് കയറി ചെന്ന് ഇസ്ലാം പഠിപ്പിക്കാൻ നോക്കിയതിൻ്റെ പേരിലാണോ ഈ പുകിലുണ്ടായത് മുഴുവൻ? ഞാൻ ചിന്തിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ തല എവിടെയാണെന്നാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നു. ഒരു മനുഷ്യൻ വിഡ്ഢിയായതിനു ശേഷം സംഘിയാവുകയാണോ, അല്ല സംഘിയായതിനു ശേഷം വിഡ്ഢിയാവുകയാണോ? ഇദ്ദേഹത്തെ കാണിച്ചുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു, ഒരു വിഡ്ഢിക്കല്ലാതെ സംഘിയാകാൻ കഴിയില്ല. അപ്പോൾ വേറെ കുറേ ആളുകൾ എതിർത്തിട്ട് പറയുന്നുണ്ട്, അങ്ങനെ മാത്രമൊന്നുമില്ല കേട്ടോ, ചില ആളുകൾക്ക് നല്ല വിവരമുണ്ടെങ്കിൽ സംഘിയായാൽ പിന്നെ അല്പവിവരം പോലും ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചു, തെളിവെവിടെ? അപ്പോൾ അവർ തെളിവും കൊണ്ടുവന്നു. ആ തെളിവിൽ വലിയൊരു മഹാമനീഷിയുണ്ട്. ആ മനീഷിയെ നിങ്ങൾക്ക് കാണണ്ടേ? അതേ കണ്ടോ, ഇദ്ദേഹമാണ് ആ മഹാമനീഷി. എന്താണ് നമ്മുടെ സെൻകുമാർ സാർ എഴുതി വെച്ചേക്കണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ദീപാവലിക്ക് സ്വർണ്ണാഭരണം എടുക്കാൻ മലദ്വാർ ഗോൾഡിൽ പോകാതിരിക്കുമോ? ഏതാണപ്പോൾ ആ ദ്വാരം? അതേതാണ് ആ ഗോൾഡ്? ഇപ്പോൾ ഞാൻ എറണാകുളത്ത് താമസിക്കുന്നുണ്ട്. ഒരുപാട് ജ്വല്ലറികളൊക്കെ പരിചയമുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിഹാബ് സാഹിബിൻ്റെ മബ്രൂക്ക് ഗോൾഡ് ഉണ്ട്. അങ്ങനെ തുടങ്ങി പല ഗോൾഡൻ ജ്വല്ലറീസ് പലരെയും പരിചയമുണ്ട്. പക്ഷേ ഇങ്ങനൊരു ദ്വാർ ഗോൾഡ് പരിചയമില്ലല്ലോ. മേ ബി എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ശാഖയിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ, അതുമായി ബന്ധപ്പെട്ട ഏതോ ദ്വാരത്തിലുള്ള ഗോൾഡായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ആ ദ്വാർ ഏതാണെന്ന് സാറിന് വ്യക്തമായിട്ടറിയാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, സാർ പറയുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അവർ പാകിസ്ഥാന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന മലദ്വാർ ഗോൾഡ്. ഇന്ത്യക്കെതിരെയുള്ള ശക്തികളുമായി അവർ ബന്ധത്തിലാണ്. ഇനി മുതൽ അവരെ ഉപേക്ഷിക്കുക. പണത്തിന് പ്രാധാന്യം നൽകുന്ന നമ്മുടെ നടീനടന്മാർ അവരെ ഇപ്പോഴും പിന്തുണച്ചേക്കാം, പക്ഷേ നമ്മൾ അവരെ ഉപേക്ഷിക്കുക. അവരറിയട്ടെ ഇന്ത്യക്കാരൻ്റെ പ്രതിഷേധം. ഒരു സംഘിയുടെ രോദനം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ മനോഹരമായി അദ്ദേഹം കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ തോന്നിയൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം പോലീസ് തലപ്പത്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനായി വിരമിച്ച മനുഷ്യനാണ് TP സെൻകുമാർ സാർ. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അദ്ദേഹം സംഘിയായി. പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു അഭ്യർത്ഥന കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ, അതുപോലെ തന്നെ ആഭ്യന്തരം കൂടെ കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ സാറിനോടാണ്. ആദരണീയനായ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് ഏതോ മലദ്വാർ ഗോൾഡിനെ പരിചയമുണ്ട്. അവർ പാകിസ്ഥാനുമായി ബന്ധം പുലർത്തുന്നുണ്ട്. അവർ ഇന്ത്യ രാജ്യത്തിന് എതിരെയുള്ള ശക്തികളുമായി ബന്ധം പുലർത്തുന്നുണ്ട്. ഇതറിഞ്ഞിട്ടും ഇത് രഹസ്യമാക്കി വെച്ചതിൻ്റെ പേരിൽ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലാക്കി ചോദ്യം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ എന്തു പറയുന്നു? ബുദ്ധിയുള്ള മനുഷ്യൻ സംഘിയാകുമോ? സംഘിയായാൽ ബുദ്ധി നഷ്ടപ്പെടുമോ? എനിക്ക് ഉത്തരം ഒന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾക്ക് വിട്ടുതരാൻ. വാട്ട്സ് യുവർ ഒപ്പീനിയൻ?